എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? എപ്പോഴെല്ലാം കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴെല്ലാം സാലറി ചലഞ്ച് എന്ന പേരിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള സംഭാവന എന്ന പേരിൽ നന്നായി പിരിച്ചിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. പിരിച്ചതിലെല്ലാത്തിലും, എല്ലാ കണക്കുകളിലും, എല്ലാ ദുരിതത്തിലും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആരോപണങ്ങളുടെ പേരിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിന്നിട്ടുണ്ട്. ഇന്നുവരെയും ഒരു കണക്കും പുറത്തു വന്നിട്ടില്ല. യാഥാർത്ഥ്യം ജനങ്ങൾ അറിയിച്ചിട്ടില്ല. എന്നെ സംശയിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ജനം പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള തർക്കങ്ങളും വന്നത്. എന്നിട്ടും ജനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയിരിക്കുന്നത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. MDRF-ൽ 350 കോടിയിലേറെ രൂപ വന്നു. 350 കോടിയിൽ പരം രൂപ വന്നു കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവർ പറയുന്നത് എന്താണ്? ഇപ്പോൾ ദുരിതാശ്വാസ ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു അദ്ദേഹം പറയുന്ന ഒരു കണക്ക് പ്രകാരം ഇത് ആക്ച്വൽ കണക്കല്ല, ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ്. ഞങ്ങളൊരു എസ്റ്റിമേറ്റ് കണക്ക് ഞങ്ങൾ കേന്ദ്രത്തിന് കൊടുത്ത അതേ സത്യവാങ്മൂലത്തിന് എടുത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ചെലവാക്കിയ തുകയല്ല, ചെലവാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തുകയുടെ ഒരു കണക്ക് കൊടുത്താണ് എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ CPM-ന്റെ വാദം. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്നാൽ അതിനകത്തുള്ളൊരു കള്ളത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സെക്ഷൻ 4 ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. സെക്ഷൻ 4 clause C. As per the actual cost, the based on the assessment of the need by the state executive committee. പ്ലീസ്, ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ദുരന്ത നിവാരണ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അസസ്മെന്റുകളെ സെൻട്രൽ ടീം ഓഫ് ദി റെക്കമെൻഡേഷൻസ് കമ്മിറ്റി അംഗീകരിച്ചാൽ അത് ആക്ച്വൽ. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ആക്ച്വൽ എന്നും എന്താണ് എസ്റ്റിമേറ്റ് എന്ന് മനസ്സിലായല്ലോ. ആക്ച്വൽ ആവണമെങ്കിൽ സെൻട്രൽ അതോറിറ്റിയുടെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവും അംഗീകരിക്കണം, കേന്ദ്രത്തിന്റെ ഈ പറയപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈക്കോടതിയുടെ ഡിസിഷൻ മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഹൈക്കോടതിയുടെ ഡിസിഷനിൽ മുഴുവൻ ഇവർ ഉന്നയിക്കുന്നത് പോലെ വരാൻ പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെലവുകൾ അഥവാ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ കോസ്റ്റ്. എന്താണ് എസ്റ്റിമേറ്റും ആക്ച്വൽ കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അത് പ്രതീക്ഷിക്കുന്നതാണ്, ഹൈക്കോടതിയിൽ കൊടുത്തതാണെങ്കിൽ ഞങ്ങൾ ചെലവാക്കിയത് ആക്ച്വൽ. അപ്പോ ആദ്യമേ തന്നെ ആ കള്ളം പൊളിയുകയാണ്. റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി അഥവാ ദുരന്ത നിവാരണ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി 15 കോടി രൂപ ചെലവഴിച്ചതായിട്ട് കാണുന്നു. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. 2.10 അപ്പൊ 2.6 15 കോടി മാറ്റിവെച്ചു. എന്നാൽ 2.10 വന്നപ്പോ അഫക്റ്റഡ് ഏരിയയുടെ ക്ലിയറൻസ് എന്ന നിലയിൽ 36 കോടി വീണ്ടും എഴുതി വെച്ചു. നാട്ടിൽ ഇനി ഞാനില്ല. അപ്പൊ 15 ഒരിടത്ത് അനുവദിച്ചതായി കാണുന്നു. അതേ ഹെഡ്, അതേ സാധനത്തിന് മറ്റൊരു പേജിൽ 36 കോടി അതിന്റെ പേരിൽ തന്നെ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അഗ്രികൾച്ചർ ഏരിയയിലെ അവശിഷ്ടങ്ങൾ മാറ്റാൻ 64 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഒരേ ഭൂമിയിൽ 3 ഹെഡിൽ ഏകദേശം 2 കോടി രൂപയുടെ കള്ളക്കണക്കുകൾ ഒരേ ഹെഡിൽ 3 എഴുതി വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ കള്ളം. രണ്ടാമത്തെ കള്ളം, പാത്രം വാങ്ങാനും വസ്ത്രം വാങ്ങാനുമായി ഓരോ ആളുകൾക്കും 2500 രൂപ വെച്ച് 4100 പേർക്കാണ്. ക്യാമ്പിൽ കഴിഞ്ഞ 4100 പേർക്ക് 2500 രൂപ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നോംസ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അങ്ങനെ കൊടുത്തതായിട്ട് കാണുന്നത് 2500 കുടുംബത്തിന് വേണ്ടി അവർ കൊടുത്തതായിട്ട് കാണിക്കുന്നത് 11 കോടി രൂപയാണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. 11 കോടി രൂപ ചെലവഴിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇതേ ആളുകൾ തന്നെ 26,000 രൂപ വെച്ച് ഇതേ ആളുകൾക്ക് അവരുടെ വസ്ത്രത്തിനും പ്രാഥമികമായിട്ടുള്ള അവരുടെ വസ്ത്രത്തിനും വേണ്ടിയിട്ട് കൊടുത്തതായിട്ട് മറ്റൊരു ഹെഡിൽ കള്ളക്കണക്ക് എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണി പോലും നഷ്ടപ്പെട്ടവന്റെ ഉടുതുണിയിൽ പോലും 2 ഹെഡുകളിൽ കള്ളത്തരം എഴുതി വെച്ച് ഹൈക്കോടതി കൊടുത്തു, കേന്ദ്രത്തിന് കൊടുത്തു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്.
ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. നിങ്ങൾക്കറിയാം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണം നിരന്തരം ചോദിച്ചവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മന്ത്രി മരുമകൻ വന്നിട്ട് അങ്ങനെ യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും ഒന്നും കൊണ്ടുപോകണ്ട, സന്നദ്ധ സംഘടന കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇതേ പോലീസിനെ വെച്ചുകൊണ്ട് നേരത്തെ വിവാദ നായകനായ എം.ആർ. അജിത്കുമാറിന്റെ പേരുൾപ്പെടെ വന്നു. എം.ആർ. അജിത്കുമാറിന്റെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അതിനെ കലക്കി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഭക്ഷണത്തിന് വേണ്ടി 30 ദിവസക്കാലത്തോളം 650 രൂപ, 4300 പേർക്ക് 650 രൂപയുടെ ഭക്ഷണം ഒരു ദിവസം കൊടുത്തതാണ്. 650 ഇൻറ്റു 4200 അങ്ങനെ ചെലവഴിച്ചതാണ്. അതേ ആളുകൾ റെസ്ക്യൂ ഓപ്പറേഷൻ ഹെഡിന് വേണ്ടി അവരുടെ പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതായിട്ട് പറയപ്പെടുന്നത് 40 കോടി. എങ്ങനെയുണ്ട്? പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയ കക്ഷികളാ. ഒരേ ആളുകൾ 2 ഹെഡിൽ 40 കോടി എന്ന് എഴുതി വച്ചിരിക്കുന്നു, 650 രൂപ വെച്ച് ചെലവഴിച്ചതായിട്ട് എഴുതി വച്ചിരിക്കുന്നു. കൃത്യമായി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും കള്ളത്തരം അഫിഡവിറ്റ് കൃത്യമായി വായിക്കും. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. അതേടാ, ഞാൻ കോമാളി. സൂക്ഷ്മമായി വായിക്കുന്നവർക്ക് ആണ് ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുക. അങ്ങനെ വായിക്കുമ്പോൾ ഏറ്റവും ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, എന്തിന് ഉടുതുണിയുടെ പേരിൽ പോലും കള്ളത്തരം എഴുതി വെച്ചൊരു സർക്കാരാണ്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. ഇതിനകത്ത് കുടിവെള്ളത്തിന് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നതായിട്ട് ആക്ച്വൽ കോസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എസ്റ്റിമേറ്റ് അല്ല, ആക്ച്വൽ കോസ്റ്റ് അഥവാ കൊടുത്തു കഴിഞ്ഞത് 3 കോടി. എന്നിട്ടോ മഴവെള്ളം ഒഴുക്കിക്കളയാൻ, എവിടെയാണ് ഒഴുക്കിക്കളഞ്ഞത് ഞങ്ങൾക്കറിയില്ല, മഴവെള്ളമൊക്കെ ഒലിച്ചു പോയി. എന്നിട്ട് മഴവെള്ളം കെട്ടിനിന്ന മഴവെള്ളം ഒഴുക്കിക്കളയാൻ ഞങ്ങൾ ചെലവഴിച്ച ആക്ച്വൽ കോസ്റ്റ് 3 കോടി എന്ന് പറഞ്ഞാൽ 6 കോടി. മന്ത്രി മരുമകൻ വന്നു നിന്നപ്പോൾ അവിടെ ഉപയോഗിച്ച റെയിൻകോട്ട്, അവിടെ ഇട്ട ഷൂ, അതിന് പോലും കൃത്യമായിട്ട് കണക്കെഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും വിവിധ ഹെഡുകളിൽ ഒരുപക്ഷെ കേന്ദ്രത്തെ സ്വാധീനിച്ച് പണം വാങ്ങാൻ എന്ന വാദം ഉയർത്തിയാൽ പോലും ഇനി അവർക്ക് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. അവർക്ക് ചെയ്യാമായിരുന്നു എന്നറിയോ? ഹൈക്കോടതിയിൽ കറക്റ്റ് കണക്കുകൾ, എസ്റ്റിമേറ്റ് കണക്കും ആക്ച്വൽ കോസ്റ്റും എഴുതി ഒരു അഫിഡവിറ്റ് കൊടുത്ത് യഥാർത്ഥ കണക്കുകൾ അവിടെ ബോധിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അവർക്ക് എസ്റ്റിമേറ്റഡ് തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് വേറൊന്ന് കൊടുക്കാമായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് കൃത്യമാണ് എങ്കിൽ അതാണ് ആക്ച്വൽ. ഹൈക്കോടതി കൊടുത്ത കാര്യം ഇനി അവർക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല, ഇനി മാറ്റി പറയാൻ പറ്റത്തില്ല. സംസ്ഥാന സർക്കാർ പൂട്ടുവീഴും. കാരണം പിന്നെ ഡബിൾ ബെഞ്ചിലാണ്, സിംഗിൾ ബെഞ്ചിലും അല്ല. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. അവിടെ വന്നിരിക്കുന്ന ഈ കണക്ക് ഇനി ഒരിക്കലും തിരുത്തി പറയാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയുടെ രേഖയായി കഴിഞ്ഞു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് തിരുത്തിയാൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, മന്ത്രി ഉൾപ്പെടെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പിന്നെ കോട്ടലക്ഷ്യത്തിന് ഹൈക്കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും. കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടു, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നിങ്ങൾ കണ്ടു, നിങ്ങൾ മഹാപ്രളയമുണ്ടായി, അതിൻ്റെ പണത്തിൻ്റെ പലരും കണ്ടു. അതിനുശേഷം അതിൻ്റെ പല കണക്കുകളും ഇന്നുവരെയും നിങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഏറ്റവും അവസാനം ഞാനിരിക്കുന്നത് തിരുവനന്തപുരത്ത്. ആ കോവിഡ് കാലഘട്ടത്തിൽ ആറ്റുകാൽ പൊങ്കാല, നിങ്ങൾ ആലോചിക്കണം, ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നിട്ട് കൂടി അതിൻ്റെ പേരിൽ ഇവിടെ ടിപ്പറുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് പൊറോട്ട കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ആളുകൾ കട്ടു. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.